ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITയുടെ നിർണായക നീക്കങ്ങൾ. ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് CK വാസുദേവനെയും ചോദ്യം ചെയ്യുകയാണ്. തിരുവാഭരണ കമ്മീഷണർ റിജിലാലും മരാമത്ത് ജീവനക്കാരൻ കൃഷ്ണകുമാറും SIT ഓഫീസിലുണ്ട്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് ഇന്ന് രേഖകൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. അലക്സ്, കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കുകയാണോ SIT? എന്താണ് പുതിയ വിവരങ്ങൾ? വിജയകുമാർ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന നീക്കങ്ങളിലേക്ക് SIT സംഘം കടന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവസ്വം ആസ്ഥാനത്ത് നിന്ന് ഈ 98-ൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ, സുപ്രധാന രേഖകൾ ഇന്ന് SIT സംഘം പിടിച്ചെടുത്തിരുന്നു. അതിനുശേഷം ഈ വൈകുന്നേരത്തോട് അടുക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട നീക്കങ്ങൾ കൂടി നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് CK വാസുദേവനെ ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ചോദ്യം ചെയ്യുകയാണ്. ഇഞ്ചക്കൽ ഓഫീസിൽ വൈകിട്ട് വാസുദേവനെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഈ കാണാതായ പീഠം സൂക്ഷിച്ചത് വാസുദേവനായിരുന്നു. ഒപ്പം വാതിലിന്റെയും കട്ടിളയുടെയും സ്പോൺസർമാരുടെ പട്ടികയിലും വാസുദേവനുണ്ട്. വാസുദേവൻ നേരത്തെ തന്നെ SITയുടെ നോട്ടപ്പട്ടികയിലുണ്ട്. വാസുദേവനെ ഇന്ന് വിളിച്ചു വരുത്തി ഈ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ദ്വാരപാലക പാളികൾ വാസുദേവന്റെ വീടിനടുത്ത് ക്ഷേത്രത്തിൽ പൂജിച്ചിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ദേവസ്വം ഉദ്യോഗസ്ഥരെ, വാസുദേവനെ കൂടാതെ ചില ദേവസ്വം ഉദ്യോഗസ്ഥരെയും SIT സംഘം SIT ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. തിരുവാഭരണ കമ്മീഷണർ റിജിലാൽ SITക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. റിജിലാലുമായും കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. ഈ വർഷം ദ്വാരപാലക പാളികൾ കൊണ്ടുപോകുന്നതിനെ എതിർത്തത് റിജിലാലായിരുന്നു. അതിനാൽ സുപ്രധാനമായ ചില വിവരങ്ങൾ റിജിലാലിൽ നിന്ന് ലഭിക്കുമെന്ന് SIT സംഘം കണക്ക് കൂട്ടുന്നുണ്ട്. മരാമത്ത് ജീവനക്കാരൻ കൃഷ്ണകുമാറിനെയും SIT ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. കൃഷ്ണകുമാർ എത്തിയത് ദേവസ്വം രേഖകളുമായി എന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ സുപ്രധാനമായ ചില നീക്കങ്ങളിലേക്ക് കടക്കുന്നു. നിലവിൽ കസ്റ്റഡിയിലുള്ള, ജുഡീഷ്യൽ കസ്റ്റഡിയിലടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം മുരാരി ബാബു അടക്കമുള്ളവരുണ്ട്. കൂടുതൽ അറസ്റ്റുകളിലേക്ക് ഒരുപക്ഷെ നീങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവരുടെ മൊഴിയെടുക്കലും ചോദ്യം ചെയ്യലും പൂർത്തിയായതിനു ശേഷം അടുത്ത നടപടികളിലേക്ക്, കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കുന്ന കാര്യം SIT ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. വിജയകുമാർ. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. SIT കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കുന്നുണ്ടോ എന്ന സംശയമാണ് വരുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.